Hi students, ടീച്ചേഴ്സിനും കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ് ടീച്ച്മെൻറ്റ്. ആ ഒരു ടീച്ച്മെൻറ്റ് എന്ന ആപ്പ് എങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും അതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്നതും നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിലിവിടെ ടീച്ച്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ടീച്ച്മെൻറ്റ് എന്ന ആപ്പ് കാണാം. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടെ ഓപ്പൺ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ടീച്ച്മെൻറ്റിൻ്റെ ആപ്പിൻ്റെ പേജിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ഒരു OTP സെൻഡ് ആവുന്നതാണ്. പക്ഷേ നമ്മൾ ആ OTP അവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. സെൻഡ് OTP പ്രസ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ബോക്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് OTP ഫില്ല് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പം ടീച്ചറായിട്ടാണ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. സ്റ്റുഡൻ്റ് എന്നുള്ളത് പ്രസ് ചെയ്തു. ഇവിടെ കണ്ടിന്യൂ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനി വന്നിരിക്കുന്നത് എൻറോൾ ക്ലാസ് റൂം എന്നാണ്. അപ്പോൾ ഈ എൻറോൾ ക്ലാസ് റൂം എന്നാണെങ്കിൽ ഇവിടെ ഒരു ക്ലാസ് റൂം ID ഉണ്ട്. നമുക്ക് ടീച്ചർ അയച്ചു തരുന്ന ആ ഒരു ലിങ്കിൽ ഒരു ക്ലാസ് റൂം ID ഉണ്ട്. ആ ക്ലാസ് റൂം ID നമുക്കറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ട് എൻറോൾ ക്ലാസ് റൂം എന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടീച്ചേഴ്സ് അയച്ചു തരുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ടീച്ചേഴ്സ് അധികം ലിങ്ക് അയച്ചു തരുന്നത് നമ്മുടെ വാട്സാപ്പിലേക്കോ ടെലിഗ്രാമിലേക്കോ ഒക്കെ ആയിരിക്കും. നമുക്ക് ആ വാട്സാപ്പിലെ ക്ലാസ് ഗ്രൂപ്പ് നോക്കാം. അപ്പോൾ ഇവിടെ ടീച്ചർ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ആ ലിങ്ക്. അപ്പോൾ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിലേക്ക് എൻറോൾ ആവാം. ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് റൂം ID. ഇത് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു ലിങ്ക് ഒന്ന് പ്രസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഏത് വഴിയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ടീച്ച്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ടീച്ച്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്കുള്ള ഇവിടേക്കാണ് കടന്നത്. ഇവിടെ നിങ്ങൾ 9th B എന്നുള്ളിടത്ത് അപ്രൂവൽ പെൻഡിങ് എന്നുള്ളിടത്ത് ഒന്ന് പ്രസ് ചെയ്യുന്നു. നമ്മൾ ഗൂഗിൾ മീറ്റിലൊക്കെ ടീച്ചർ നമ്മളെ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യിക്കുന്ന പോലെ ടീച്ചർ ഇത് അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ക്ലാസ് റൂമിലേക്ക് നമുക്കിനി ജോയിൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ ഉണ്ടാവുക. ഇവിടെ നമ്മുടെ അറ്റൻഡൻസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലെ അറ്റൻഡൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല. അതേപോലെ തന്നെ ടീച്ചറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കാണാം. അതേപോലെ തന്നെ ക്ലാസ് റൂമിനെ കുറിച്ച് ഏത് സബ്ജക്റ്റാണെന്നും ഏത് ക്ലാസ്സാണെന്നും എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ലാസ് റൂം ID കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സബ്ജക്റ്റ് ബയോളജി ആണെന്നുണ്ട്. ടൈം ടേബിൾ എന്നുള്ളിടത്ത് ഇതാ ഡേ, ഇവിടെ ഇപ്പോൾ ടൈം ടേബിൾ തന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഓരോ ദിവസം എത്ര മണി തൊട്ടാണ് ക്ലാസ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഉണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് പേജിൽ സമ്മറി എന്ന് പറഞ്ഞിടത്തുണ്ട്. നമുക്ക് ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനായിട്ട് ജോയിൻ ലൈവ് എന്നുള്ളത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് റെക്കോർഡിങ്സ് ആണ്. നമ്മൾ മുമ്പ് ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ തൊട്ട് മുമ്പത്തെ ക്ലാസ് ഒരു ദിവസത്തേക്ക് ഇവിടെ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്ന ക്ലാസ് എത്ര %, എത്ര നേരം നമ്മൾ കണ്ടു എന്നുള്ളതും ടീച്ചേഴ്സിന് കാണാൻ പറ്റുന്നതാണ്. അടുത്ത ടെസ്റ്റ് പേപ്പർ, ടീച്ചർ എത്ര ടെസ്റ്റ് പേപ്പർ നടത്തിയെന്നും എത്രയെണ്ണം സബ്മിറ്റ് ചെയ്തെന്നും ഏതൊക്കെ വരാനുള്ള ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നുള്ളതും ലിസ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. പിന്നെ സ്റ്റുഡൻറ്റ് ആരൊക്കെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ കുട്ടികളുടെ ഒക്കെ ഡീറ്റെയിൽ ഇവിടെ കാണും. എല്ലാവരുടെയും പേര് ഇവിടെ കാണാവുന്നതാണ്. അടുത്തത് ചാറ്റ്. നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഗൂഗിൾ മീറ്റിൽ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും മെസ്സേജ്, നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്യാനോ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് എന്നുള്ള ഓപ്ഷനിലൂടെ ടൈപ്പ് ചെയ്തിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാം. നെക്സ്റ്റ് നോട്ടീസ് ബോർഡ്. എന്തെങ്കിലും നോട്ടീസ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അതിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിലൂടെ നമുക്ക് നോട്ടീസുകൾ വായിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നതാണ് അസൈൻമെൻറ്റ്. ഏതെങ്കിലും അസൈൻമെൻറ്റ് ടീച്ചർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എത്രയെണ്ണം നമ്മൾ സബ്മിറ്റ് ചെയ്തെന്നും എത്ര എണ്ണം പെൻഡിങ് ഉണ്ടെന്നും അത് ഏതിനെക്കുറിച്ചാണെന്നും അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്താ, ഏത് ദിവസമാണെന്നുള്ളതൊക്കെ ഇവിടെ തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ. ടീച്ചേഴ്സ് ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് PDF ആയിട്ടാണെങ്കിൽ അതിവിടെ ഉണ്ടാവും. ഇമേജസ് ആയിട്ടാണെങ്കിൽ ഈ ഒരു ടാബിൽ ഉണ്ടാവും. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ്, ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ അതും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്.
ഇനി നമുക്ക് എങ്ങനെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. ഇനി നമുക്കിതിലൊന്ന് ജോയിൻ ലൈവ് എന്നുള്ളത് പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ആ ഒരു പേജ് ഉണ്ടാവുക. ആ ഒരു പേജിൽ ലീവ് എന്നുള്ള ബട്ടൺ ഉണ്ട്. ഇവിടെ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിവിടെ ചാറ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്ലാസ്സിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയും മൈക്കും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. മൈക്ക് എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ അതിപ്പോൾ ഓഫിലാണുള്ളത്. അതേപോലെ തന്നെ വീഡിയോയും ഓഫിലാണ്. അതേപോലെ തന്നെ നമുക്ക് ക്യാമറ സ്വിച്ച് ചെയ്യണമെങ്കിലൊക്കെ അതിനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചറുടെ ക്ലാസ് ലൈവായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ലീവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ നമുക്കൊരു ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് റെക്കോർഡഡ് ആയിരുന്നെങ്കിൽ അത് ആ ഒരു ക്ലാസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഈ ഒരു ടീച്ച്മെൻറ്റ് ആപ്പിലുണ്ട്. ഓക്കെ, താങ്ക് യു.